Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Good Miss. afternoon. Good afternoon, Miss. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ ഉഷനെ കണ്ടില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് മിസ്സേ. അയ്യോ, എന്ത് പറ്റി? എനിക്ക് പണ്ട് ഒരു 6-8 മാസം മുന്നേ ഒന്ന് വീണതാണ്. നട്ടലിന് പൊട്ടലുണ്ട്. പിന്നെ 2 ഡിസ്ക് ബൾജ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇത്രയും നാൾ ഇംഗ്ലീഷ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റിന് വേണ്ടി പന്തളം ഗവൺമെന്റ് മെഡിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അതുകൊണ്ടാ കേറാഞ്ഞ്. ആണല്ലേ? ഇപ്പോഴും അവിടെ തന്നെയാണോ? അപ്പൊ ഇവിടെ തന്നെ. ഇനി ഒരു 10 ദിവസം കിഴിയൊക്കെയാണ്. അതെയോ? കൂടെ ആരാ നിൽക്കുന്നേ അപ്പൊ? ആരും വേണ്ട, ഒരാൾ മാത്രം, നമ്മൾ മാത്രം മതി. എല്ലാം ഇവിടെ കൊണ്ട് തരും. നല്ല കെയറിങ് ആണ്. ഓക്കെ. ഫുഡൊക്കെ അവിടെ കൊണ്ട് തരുമായിരിക്കും അല്ലേ? എല്ലാം ഫുഡ് എല്ലാം കറക്റ്റ്, മരുന്ന് വരെ എടുത്ത് കൈ കൊണ്ട് തരും. ഇപ്പൊ എന്നിട്ട് ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നുണ്ടോ? ചേഞ്ച് എല്ലാം തോന്നുന്നുണ്ടോ? ഉണ്ട്. പിന്നെ നമുക്ക് പണിയൊക്കെ ചെയ്യാൻ പറ്റില്ല. ഒരു ബൾജ് ഉള്ളത് കൊണ്ട് നമുക്ക് നടുവിന് വേദനയുണ്ട്. എന്തായാലും വേഗം സുഖമാവട്ടെ കേട്ടോ, പ്രാർത്ഥിക്കാം. താങ്ക് യു. ഓക്കെ, അപ്പൊ പ്രയർ ആരെങ്കിലും ചെയ്യൂ കേട്ടോ. പ്രയർ സമീറ ചെയ്യൂ. പ്രയർ സമീറ. സമീറ. Yes. ഓക്കെ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനെ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിഞ്ഞ ഭൂമിയിലും കാരണനായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉമ്മയും സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണേ പോയിനും കാരണനായുള്ള തമ്പുരാനെ. നന്നായിരുന്നു കേട്ടോ സമീറ. താങ്ക് യു മിസ്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ടെൻഡൻസീസിൽ കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ. വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ? വർക്ക് പറഞ്ഞായിരുന്നോ? ഇല്ല മിസ്സേ, എന്ന് പറയാന്നാ പറഞ്ഞു. ഓക്കെ. പിന്നെ വേറൊരു കാര്യം അപർണ മിസ് ചോദിക്കാൻ പറഞ്ഞായിരുന്നു. അപർണ മിസ് ഏതാണ് നിങ്ങൾക്ക് എടുത്തത്? ഫിനിഷ് ആയോ? ചാപ്റ്റർ എടുത്തത് ഫിനിഷ് ചെയ്തായിരുന്നോ? ഏത് ചാപ്റ്റർ ആയിരുന്നു അപർണ മിസ് എടുത്തത്? മൂവ്മെന്റ് ആയിരുന്നോ? ഓർമ്മയില്ലേ?
മൂവ്മെന്റ് എടുത്ത് കഴിഞ്ഞിരുന്നു. കംപ്ലീറ്റ് ആയി? അതെ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വർക്കിലോട്ട് വരാം. വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ജോലി എന്നാണ് അല്ലെ, ജോലി എന്നാണ് പറയാ അല്ലെ. അപ്പൊ ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരെ ഡെവലപ്മെന്റിലേക്ക് നയിക്കാനും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പിന്നെ അതുപോലെ തന്നെ എൻവയൺമെന്റുമായിട്ട് പൊരുത്തപ്പെടാനും സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ വർക്ക് എന്ന് പറയുന്ന ടെൻഡൻസി എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അത് ഒരു വ്യക്തിയെ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചാണ് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവുന്നത് അല്ലെ. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പിന്നെ അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനും അതായത് പൊരുത്തപ്പെടാനും വ്യക്തിയെ സഹായിക്കുന്ന ഒരു ടെൻഡൻസിയാണ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള എഫേർട്ട് മാത്രമല്ല മെന്റൽ എഫേർട്ടും എന്താണ് വർക്കുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ഒരു ജോലി എന്ന് പറയുമ്പോൾ അത് നമ്മള് ശാരീരിക അധ്വാനം അതായത് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ മെന്റൽ എഫേർട്ട് വരുന്നുണ്ട്. ഇപ്പോ കൃഷിസ്ഥലത്തൊക്കെ പണിയെടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് ഏത് തരത്തിലുള്ള എഫേർട്ടാണ് ഉപയോഗിക്കുന്നത്? ഏത് തരത്തിലുള്ള എഫേർട്ട് ഉപയോഗിക്കുന്നത്? കൃഷിസ്ഥലത്തൊക്കെ പണിയെടുക്കുന്ന ആളുകളാണെങ്കിൽ ഏതാണ്? ഫിസിക്കൽ എഫേർട്ട് ആണ് അല്ലെ. ഇനി ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ ഏത് തരത്തിലുള്ള എഫേർട്ടാണ് ഉപയോഗിക്കുന്നത്? മെന്റൽ എഫേർട്ട്. മെന്റൽ എഫേർട്ട്. അപ്പൊ രണ്ട് തരത്തിലുള്ള എഫേർട്ടുകളും ജോലി തന്നെയാണ്. ഒരു ജോലി എന്ന് പറയുന്നത് ഫിസിക്കൽ എഫേർട്ട് മാത്രമല്ല മെന്റൽ എഫേർട്ടും എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് വരുന്നുണ്ട്. അതിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങളും ഇപ്പൊ മെന്റൽ എഫേർട്ടിലൂടെ ആണെങ്കിലും ഫിസിക്കൽ എഫേർട്ടിലൂടെ ആണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ടെൻഡൻസിയാണ് വർക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടെൻഡൻസി കൂടിയാണ് അത് വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങൾ അതായത് പുതുതായിട്ട് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ പഠിക്കാൻ സഹായിക്കുന്നു. ഈ വർക്ക് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു, മാത്രമല്ല നമ്മുടെ ഡിസിപ്ലിൻ ഇംപ്രൂവ് ആവുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇനി നമ്മളൊരു കുഞ്ഞിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് കുഞ്ഞ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു കുട്ടി അതായത് 0 to 6 years വരെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ചില ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പോറിങ്, ക്ലീനിങ്, ബട്ടണിങ് ഫ്രെയിം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അവർ കൊടുക്കുമ്പോൾ അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും നമ്മളൊരു ആക്ടിവിറ്റി കൊടുത്തു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അത് ഫിനിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ 0 to 6 years വരെയുള്ള കുട്ടികൾക്ക് ചില ആക്ടിവിറ്റീസ് അതായത് ജോലി വർക്കിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ചില ആക്ടിവിറ്റീസ് ആണ് പോറിംഗ് എന്ന് പറയുന്നത്. പോറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, അതായത് വാട്ടർ പോറിംഗ് ഉണ്ട്, വെറ്റ് പോറിംഗ് ഉണ്ട്. അതായത് നമ്മളൊരു ഗ്ലാസ്സിൽ നിന്ന് ജഗ്ഗിലേക്ക് വെള്ളം വാട്ടർ പകർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക പോറിംഗ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാകും ആ ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒന്നാക്കാൻ പറയുന്നുണ്ടാകും. അത് പോറിംഗ് ആണ്. പറയുന്നില്ലേ? നിങ്ങൾ പറയാറുണ്ടോ കുഞ്ഞുങ്ങളോട്? അതായത് ആ ഒരു പ്രായത്തില് 0 to 6 years വരെയുള്ള പ്രായത്തില് കുഞ്ഞുങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ജോലികളായിരിക്കും നമ്മൾ കൊടുക്കുക. അതിനകത്ത് വരുന്നതാണ് പോറിങ്ങും പിന്നെ ക്ലീനിങ്ങും. ചില കാര്യങ്ങൾ ക്ലീൻ ആക്കാനൊക്കെ പറയാറുണ്ട് കുഞ്ഞുങ്ങളോട് അല്ലെ. അതുപോലെ തന്നെ ബട്ടണിങ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ കുറെ അതായത് ഇപ്പൊ ഷൂലേസ് കെട്ടുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ. അതുപോലെ തന്നെ ബട്ടൺ അതായത് ഇപ്പോ ഷർട്ട് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഷർട്ടിന്റെ ബട്ടൺ ഇടാനൊക്കെ പറയാറുണ്ട് അമ്മമാര്, തനിയെ ചെയ്യാനൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു പ്രായത്തിൽ കൊടുക്കുന്ന ജോലിയാണ് കേട്ടോ. ദെൻ 6 to 12 years ആണെങ്കിൽ കുറച്ചും കൂടി അതായത് അവരുടെ അക്കാദമിക് വർക്ക് അല്ലെങ്കിൽ അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഡെവലപ്പ് ആകുന്ന ഒരു സ്റ്റേജ് ആണ്. അവരുടെ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഹോംവർക്ക് ചെയ്യുന്നത്, പിന്നെ അവരുടെ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് മറ്റു പല വർക്കുകളൊക്കെ ചെയ്യുന്നത് ആ ഒരു സമയമാണിത് 6 to 12 years എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സയൻസ് എക്സ്പെരിമെന്റ് ധാരാളം നടത്തുന്ന ഒരു സമയമാണ് കുഞ്ഞുങ്ങൾ. ഈ സമയത്ത് അവർക്ക് അതിനോട് കൂടുതൽ കൗതുകം തോന്നുകയും അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന സമയം, പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ടുകൾ നടത്തുന്ന സമയമൊക്കെ 6 to 12 years ആണ്. അപ്പൊ ബേസിക് ആയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞു തരുന്നത്.
പിന്നെ അതുപോലെ തന്നെ 12 to 18 ഇയേഴ്സ് ആകുമ്പോൾ അവരുടെ സ്റ്റഡീസും അവരുടെ പ്രായം എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താണ് ഇംപ്രൂവ് ആവും. ആ സമയത്ത് അവർ ഗ്രൂപ്പ് വർക്കുകളായിരിക്കും കൂടുതലായിട്ട് ചെയ്യുക. അതായത് 4-5 പേരും കൂടി ഗ്രൂപ്പ് വർക്കുകളായിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ കമ്മ്യൂണിറ്റി പ്രൊജക്ടുകളായിട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് 12 to 18 ഇയേഴ്സ് ആണ്. അപ്പൊ കുട്ടികളുടെ നമ്മുടെ കുട്ടികളെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരുടെ വയസ്സനുസരിച്ച് അവർക്ക് ഓരോ തരത്തിലുള്ള ജോലിയും കൊടുക്കാറുണ്ട്. അതിന് 3 സ്റ്റേജ് ആയിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നതെന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പറയാനുള്ളത്, മോണ്ടിസോറി ക്ലാസ് മുറികളില് കുട്ടികൾക്ക് അവരുടെ ജോലി തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് അവർ ഏത് ആക്ടിവിറ്റി ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? കുട്ടികൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ അതായത് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് സ്വയം ശരിയാക്കാനും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസിലൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും മോണ്ടിസോറി ക്ലാസ് റൂം സഹായിക്കുന്നു. അപ്പൊ ധാരാളം മെറ്റീരിയൽസ് ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം, അവന്റെ ഇഷ്ടത്തിൽ ടീച്ചർ നിർബന്ധിക്കില്ല, കമ്പൽ ചെയ്യില്ല, ഇന്ന കാര്യം നീ എടുക്കാവോ അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റി എന്ത് ചെയ്യാവോ എന്ന് യാതൊരു തരത്തിൽ എന്ത് ചെയ്യില്ല, ടീച്ചർ കമ്പൽ ചെയ്യില്ല. മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് ചെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ സ്വയം തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അവർക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, the next one, പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. കേട്ടോ, അതൊന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫാത്തിമ കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, എന്താ മനസ്സിലായത് ഫാത്തിമേ? നമ്മളുടെ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ? മതി വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ. Perfection and creativity. In perfection, we act upon human tendency to perfection, and each society naturally extends its efforts beyond the level required for survival and continuity. നമ്മളുടെ കൾച്ചറൽ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹ്യൂമൻ ടെൻഡൻസിയാണ് പെർഫെക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. അതിൽ ഏതൊരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലും നാച്ചുറലി നമ്മളുടെ സർവൈവലിനും കണ്ടിന്യൂറ്റിക്കും, അതായത് നമുക്ക് ജീവിച്ചു പോകാൻ ഒരു തുടർ ജീവിതത്തിനും വേണ്ടതിനേക്കാൾ ഉപരി എഫേർട്ട് എടുത്തിട്ട് അതൊരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. We not only aiming to modify the environment without understanding it, but we also aim to perfect the form of those modification. നമ്മളുടെ ചുറ്റുമുള്ള എൻവിറോൺമെന്റിനെ മനസ്സിലാക്കാതെ അതിനെ മോഡിഫൈ ചെയ്യാൻ മാത്രമല്ല ശ്രമിക്കുന്നത്, ആ മോഡിഫിക്കേഷനെ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കാനും കൂടെ ശ്രമിക്കുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ്, വി ഫോളോ പെർസെപ്ഷൻ ഓർ ബ്യൂട്ടി ഇൻ ദ വിഷ്വൽ ഫോം, സൗണ്ട് ആൻഡ് മൂവ്മെന്റ്സ് ഓഫ് അവർ ടെക്നോളജി. നമ്മളുടെ ടെക്നോളജിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സൗണ്ടിനും മൂവ്മെന്റിനും ധാരണകൾക്കും നമ്മളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കും എല്ലാം അനുസരിച്ച് ഈ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പെർഫെക്ഷൻസ്
വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. These natural concept of beauty are then connected in a unique way with the ideal forms inherent in each culture's abstract understanding of the world. ഈ സൗന്ദര്യ സങ്കല്പത്തിന്റെ നാച്ചുറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓരോ കൾച്ചറിനെയും യുണീക്ക് ആയിട്ടുള്ള വേലാണ്. അത് പല കൾച്ചറിനും പല ഡിഫറെന്റ് ആയിട്ടുള്ള ബ്യൂട്ടി കൺസെപ്റ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഈച്ച് കൾച്ചർ എൻഡ്സ് അപ്പ് വിത്ത് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ ടെക്നോളജിക്കൽ സ്റ്റൈൽ ആസ് ഇൻ ആർക്കിടെക്ചർ ഓഫ് ക്ലോത്തിങ്. അതുകൊണ്ട് തന്നെ പല കൾച്ചറിലുള്ള ആൾക്കാർക്കും അത് പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റൈലിംഗ് ആയിരിക്കും. അത് ആർക്കിടെക്ചറിന്റെ കാര്യത്തിലാണെങ്കിലും ക്ലോത്തിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ആയിരിക്കില്ല യൂറോപ്യൻ കൾച്ചർ, ഡിഫറൻസ് വരും. അതാണ് അവിടെ പറയുന്നത്. ടു ഹെൽപ്പ് ഡെവലപ്പ് ദിസ് സ്റ്റൈൽ ആൻഡ് ഗീവ് ഇറ്റ് ഫെസിലിറ്റി വി യൂസ് അവർ നാച്ചുറൽ ടെൻഡൻസി ടുവേർഡ്സ് ക്രിയേറ്റീവ്ലി and ability to conceive a world which does not exist. ഈ നമ്മളുടെ ഈ ഒരു ക്രിയേറ്റിവിറ്റീനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ഉള്ളിലുള്ള നാച്ചുറൽ ടെൻഡൻസീനെ ക്രിയേറ്റീവായിട്ട് ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ നിലനിൽക്കാത്ത ഒരു വേൾഡിൽ അത് പുതിയൊരു കാര്യം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. ദിസ് ആസ്പെക്ട് ഓഫ് കൾച്ചർ വിച്ച് അറൈസസ് ഫ്രം അവർ ടെൻഡൻസി ടു പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഈസ് ആർട്ട്. നമ്മളുടെ കൾച്ചറിലുള്ള ഉയർന്നു വരുന്ന ഈ ടെൻഡൻസീസിനെയാണ് പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പെർഫെക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാല്ലേ, ഒരു കാര്യം കംപ്ലീറ്റ് ആകുന്നത് വരെ അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് ആക്ടിവിറ്റികള് നിരന്തരമായി ചെയ്യുന്നു, നമ്മുടെ സ്കില്ലുകള് ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരു കാര്യം പെർഫെക്ഷനിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യുന്നു? നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നു. ഓക്കെ, ഒരു കാര്യം എടുക്കുക. അതായത് നമ്മളിപ്പോ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ടൈലറോട് പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ഇതുപോലെ ചെയ്യണം, നെക്ക് ഇങ്ങനെ ആക്കണം, ഡിസൈൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? അവരവരുടെ മാക്സിമം എഫേർട്ട് അവിടെ എടുക്കും അല്ലെ. അതായത് ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ആ ഒരു ഡ്രസ്സ് പെർഫെക്ഷനിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യാറുണ്ട്? അവരവിടെ വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും അത് പെർഫെക്ഷനിലേക്ക് എത്തുന്നത് വരെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം മനുഷ്യർ ചെയ്യാറുണ്ട്. ഇതിനെയാണ് ടെൻഡൻസിയിൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. ഒരു കുട്ടി ഷൂലേസ് കെട്ടുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആദ്യം കുട്ടി അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു, രണ്ടാമത് ട്രൈ ചെയ്യുന്നു, മൂന്നാമത് ട്രൈ ചെയ്യുന്നു. ഈ ശ്രമിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നില്ല? ഷൂലേസ് കെട്ടുന്നത് ശരിയാകുന്നില്ല. പക്ഷെ അവനതവിടെ നിർത്തുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും ഷൂലേസ് ചേഞ്ച് ചെയ്ത് കെട്ടാനായിട്ട് നോക്കുന്നു. അതായത് പെർഫെക്ഷനിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം കംപ്ലീറ്റ് ആകുന്നത് വരെ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആകുന്നത് വരെ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് എന്ത് പറയുന്നത്? പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞുങ്ങൾ ഫസ്റ്റ് തന്നെ, അതായത് ആദ്യം തന്നെ എന്ത് ചെയ്യാറില്ല? അക്ഷരങ്ങള്, ലെറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്പേഴ്സ് ഒന്നും കുട്ടികൾ പഠിക്കാറില്ല അല്ലെ. കുട്ടികൾ എന്ത് ചെയ്യുന്നത്? എഴുതി അതായത് നമുക്കറിയാം കുഞ്ഞുങ്ങളൊക്കെയാണ്, തീരെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? പേനയും പേപ്പറൊന്നും ആദ്യമേ കൊടുക്കാറില്ല. ചില കുഞ്ഞുങ്ങൾ മണ്ണിലൊക്കെയാണ് എഴുതി പഠിക്കുക. അപ്പോ ഓരോ കാര്യങ്ങളും, ഇപ്പൊ ഒരു ലെറ്റർ എ എന്ന് പറയുന്ന ലെറ്റർ, ആൽഫബറ്റിൽ എ എന്ന് പറയുന്ന ലെറ്റർ കുട്ടിക്ക് പഠിക്കാനായിട്ട് കൊടുക്കുമ്പോൾ കുട്ടി ആദ്യത്തെ പ്രാവശ്യം എന്ത് ചെയ്യാറില്ല? ആ ലെറ്റർ അങ്ങനെ തന്നെ എഴുതാറില്ല. അങ്ങനെ ചെയ്യാറുണ്ടോ അവര്? എങ്ങനെയാ ചെയ്യുന്നേ? അവരാദ്യം തെറ്റ് വരാറില്ലേ കുഞ്ഞുങ്ങളില്? എഴുതി പഠിക്കുമ്പോ നമ്പേഴ്സ് ആയാലും അല്ലെ, 1 2 3 4 5 ആ ഒരു നമ്പേഴ്സ് പഠിക്കുമ്പോഴും അതുപോലെ തന്നെ അതൊക്കെ എഴുതി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആയാലും എഴുതി പഠിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ശരിയാവണം എന്നില്ല. ഒരു ഡെയിലി ഉള്ള പ്രാക്ടീസിലൂടെയാണ് എന്ത് ചെയ്യുക? ആ കാര്യം അവര് പെർഫെക്റ്റ് ആവുക. ഓക്കെ, അതുപോലെ തന്നെ പസിലൊക്കെ കളിക്കുമ്പോൾ, പസിൽ അതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറില്ല? ഒരു തവണ കൊണ്ട് അവരുടെ ശരിയാവാറില്ല. പലതവണ ട്രൈ ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ശരിയാക്കുന്നത്. പിന്നെ അസലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റൂബിക്സ് ക്യൂബ് ഉണ്ടല്ലോ,
റുബിക്സ് ക്യൂബ് ഇതിനകത്ത് എത്ര പേർക്ക് ശരിയാക്കാൻ അറിയാം? റുബിക്സ് ക്യൂബ് എനിക്കറിയാം മിസ്സേ. അറിയാം അല്ലേ? ഫാത്തിമ അത് ആദ്യം ചെയ്തപ്പോ സക്സസ് ആയിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ കുറെ തവണ യൂട്യൂബിൽ വീഡിയോ നോക്കി കണ്ട് എന്നിട്ടും ചെയ്തിട്ട് ഫസ്റ്റ് ടൈമിലൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ചെയ്യും ഞാൻ, പക്ഷെ എനിക്ക് ഇത്തിരി സമയം വേണം. സാധാരണ ചില ആൾക്കാർ ഭയങ്കര സ്പീഡിൽ ചെയ്യില്ലേ, അത്രയും സ്പീഡിൽ ചെയ്യാൻ എനിക്ക് ഇപ്പോഴും പറ്റില്ല. ഞാൻ എന്നാലും ട്രൈ ചെയ്യുന്നുണ്ട്, മാക്സിമം ടൈം കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ ഇത്തരത്തിൽ, അതായത് നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പെർഫെക്റ്റ് ആകുന്നത് വരെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാറുണ്ട്. അപ്പോ മനുഷ്യരിൽ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി ആണെന്ത്, പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ക്രിയേറ്റിവിറ്റി ആണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാല് പുതിയവ എന്തെങ്കിലും സങ്കല്പിക്കാനും അതുപോലെ തന്നെ കണ്ടുപിടിക്കാനും പുതുതായിട്ട് എന്തെങ്കിലും സൃഷ്ടിക്കാനുമുള്ള മനുഷ്യന്റെ കഴിവാണെന്ത്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് പുതുതായിട്ട് എന്തെങ്കിലും, നമുക്കറിയാലോ, ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അവര് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ? അതായത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ സങ്കല്പിക്കാനും പിന്നെ അതിനെ ക്രിയേറ്റ് ചെയ്യാനുമുള്ള കഴിവിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ട്, മ്യൂസിക്, സ്റ്റോറീസ്, പ്രോബ്ലം സോൾവിങ് എന്നിവയിലൂടെ ആശയങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാനും സ്വയം പ്രകടിപ്പിക്കാനും ഇത് കുട്ടികളെ അനുവദിക്കുന്നു. അപ്പൊ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ടെൻഡൻസി കൊണ്ട് പല തരത്തിലുള്ള ബെനിഫിറ്റ്സും ആർക്കുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അത് കലാരംഗത്താണെങ്കിലും അതുപോലെ മ്യൂസിക് സംഗീതപരമായിട്ടാണെങ്കിലും പിന്നെ സ്റ്റോറികൾ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും പ്രോബ്ലം സോൾവിങ് സ്കില്ല് വർദ്ധിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഈ ക്രിയേറ്റിവിറ്റിയാണ് സഹായിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം ധാരാളം ആളുകൾ കഥ എഴുതുന്ന ആളുകളുണ്ട് അല്ലെ, ധാരാളം ആളുകൾ പാട്ടിന്റെ വരികൾ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ടെൻഡൻസി എന്താണ്, ക്രിയേറ്റിവിറ്റിയാണ്. കുഞ്ഞുങ്ങളിലും ഇതുണ്ട് കേട്ടോ. അതായത് പലതരത്തിലാണ് ഉണ്ടാവുക. ചില കുഞ്ഞുങ്ങൾക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് കവിത എഴുതാനായിരിക്കും ഇഷ്ടം, ചിലവര് നാടകം എഴുതുന്ന ആളുകൾ ഉണ്ടാകാം, ചിലവര് പാട്ടിന്റെ വരി എഴുതുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ എന്താണ് ഓരോരുത്തരുടെ കഴിവുകൾക്കനുസരിച്ചിട്ടാണ് വരിക. അപ്പൊ ഇത്തരത്തിൽ എന്താണ് സ്വയം രൂപപ്പെടാനും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ പുതിയവ സൃഷ്ടിക്കാനുമുള്ള ഒരു തരം ടെൻഡൻസിയാണത് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ ഞാൻ പറയുന്നത്? കാരണം ഇതിനകത്ത് ഇത്രയും ഇതായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ ചുരുക്കി പറയുന്നത്. നോട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട് മിസ്സേ, ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഇൻഡിപെൻഡൻസ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഒന്ന് റീഡ് ചെയ്യാം. വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, കഴിഞ്ഞു. എന്താണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ടെൻഡൻസി? മുഷിക്ക് എന്താ തോന്നുന്നേ ഇൻഡിപെൻഡൻസ്? മിസ്, അത് മോണ്ടിസോറി മെത്തേഡിലെ ഒരു ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ് ഇൻഡിപെൻഡൻസ്. അത് കുട്ടികൾക്ക് നമ്മൾ പ്രിപ്പയർഡ് എൻവയൺമെന്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ നമ്മൾ കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അവർ ഫ്രീ ആയിട്ട് പോയി മാറ്റെടുത്തു, വിരിച്ചു, അതിൽ അവര് ഓരോ കാര്യങ്ങളും എടുത്തോണ്ട് വന്നു. അവരവരുടെ സ്വയം അത് ചെയ്യുമ്പോൾ അത് ആദ്യമൊക്കെ ശരിയാവും, ആകില്ലായിരിക്കും. പക്ഷെ അവര് റിപ്പീറ്റ് അത് ചെയ്ത് അതിലോട്ട് അവര് അങ്ങ് സൈലൻസ് ആയിട്ടിരുന്ന് ശ്രദ്ധയോടെ അവരത് ചെയ്യും. അത് കുറെ ചെയ്ത് കഴിയുമ്പോൾ അവർ പല രീതിയിലും ക്രിയേറ്റിവിറ്റിയും ഡിസിപ്ലിനും ഒബീഡിയൻസും എല്ലാം ഉണ്ടാകും. അപ്പൊ അതാണ് കൂടുതലായിട്ട് ഇൻഡിപെൻഡൻസ്. കാരണം തുടക്കം മുതലേ ഓൾഡ് പീപ്പിൾ അവര് അങ്ങനെയാണ് ചെയ്തത്. അവർക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ട്, അവർക്ക് എവിടെയും റോം ചെയ്ത് ഓരോന്നും കണ്ടുപിടിക്കാനുള്ളത്. അതാണ് മിസ്സേ എനിക്ക് മനസ്സിലായത്. ഓക്കെ, അതെ അതെ അതെ. അതായത് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത നേടാനും അതുപോലെ തന്നെ സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് എന്ത് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളവരെ ആശ്രയിക്കുന്നില്ല. മറ്റുള്ളവരെ ആശ്രയിക്കാതെ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറെ കാര്യങ്ങൾ തനിയെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തില് മനുഷ്യനുണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസിയെയാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇൻഡിപെൻഡൻസ് ഇവിടെ വരുന്നത് കേട്ടോ. ഡെവലപ്മെന്റിന്റെ ഭാഗം. ഓക്കെ, അതായത് ഇപ്പോ നമ്മള് നടക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇടുവാണെങ്കിലൊക്കെ അതൊക്കെ ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോ കുഞ്ഞെന്ന് പറയുന്നത് അവൻ സ്വയം കഴിക്കാൻ, അതായത് ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് അവന് ആരുടെയും സഹായമില്ലാതെ അവൻ എപ്പോഴാണോ സ്വയം ഫുഡ് കഴിക്കുന്നത് ആ സമയത്ത് അവന്റെ ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവുക ചെയ്യുന്നത്, ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ടെൻഡൻസി. പിന്നെ അവൻ ഷർട്ട് ഇടാനായിട്ട് നോക്കുമ്പോൾ ബട്ടൺസ്, അതായത് ഇത്രയും നാൾ അമ്മയാണ് ബട്ടൺ ചേർത്തിരുന്നെങ്കിൽ ഇപ്രാവശ്യം, അതായത് കുറച്ചു നാൾ കഴിയുമ്പോൾ കുഞ്ഞു വളർന്നു വരുമ്പോൾ ആ കുഞ്ഞെന്ത് ചെയ്യുന്നു, സ്വയം അത് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇതൊക്കെ ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ തോട്ട്സുകൾ അവൻ ചിന്തിക്കാനായിട്ട്, കുഞ്ഞ് സ്വയമേ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു, അവൻ അവൻ്റെതായിട്ടുള്ള ഐഡിയാസ് ഉണ്ടാകുന്നു. അതും ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നു, മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ പറയുന്നു, അതൊക്കെ എന്താണ് ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിലൂടെ കോൺഫിഡൻസ് കൂടുന്നു. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസിയുടെ പ്രധാനപ്പെട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് കോൺഫിഡൻസ് കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്നു, റെസ്പോൺസിബിലിറ്റി കൂടുന്നു, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വർദ്ധിക്കുന്നു. ഈ 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻഡിപെൻഡൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 3 പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. ഒരു കുട്ടിക്ക് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസി ലഭിക്കുന്നതിലൂടെ 3 കാര്യങ്ങൾ അവനിൽ മെച്ചപ്പെടുന്നു. ഫസ്റ്റ് വൺ കോൺഫിഡൻസ്, സെക്കൻഡ് വൺ റെസ്പോൺസിബിലിറ്റി, തേർഡ് വൺ പ്രോബ്ലം സോൾവിങ് സ്കില്ല്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ എല്ലാവർക്കും? പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല മിസ്സേ, യെസ്, ഓക്കെ. കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കാൻ. PDF അങ്ങനെ തന്നെ നമ്മള് വായിച്ച് പഠിക്കാന്ന് വെച്ചാൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, മനസ്സിലാവാത്ത തരത്തിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്? മറ്റുള്ളവര് പറയൂ. ഓക്കെ ആണ്. ഇനി താഴെ ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട്, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടേബിൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക, ഇതൊന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. നിങ്ങളാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ, ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ,
എക്സാമിന് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരില്ല. എന്നിരുന്നാലും നമുക്കൊരു ആക്ടിവിറ്റി ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത ശേഷം ഒന്ന് എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായതെന്ന് ഒന്ന് എന്താ പറയാ എഴുതിക്കൊണ്ട് വരികയോ അല്ലെങ്കിൽ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മുടെ ടെൻഡൻസി എന്ന് പറയുന്നത് 14 ടെൻഡൻസി ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ നാച്ചുറൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന ടെൻഡൻസിയാണ്. മരണം വരെയും, അതായത് ജനിച്ചെന്ന് തുടങ്ങി മരണം വരെയും നമ്മൾ ഉണ്ടാകുന്ന ടെൻഡൻസികളാണ് ഈ 14 ടെൻഡൻസികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തതിലോട്ട് കടന്നോട്ടെ. വിത്ത് യുവർ പെർമിഷൻ. Yes, miss. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പ്രാക്ടിക്കൽ ഏരിയയിലോട്ട് കടക്കുവാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത് എടുത്തു തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് നിങ്ങളുടെ സമയം എക്സാമിന്റെ ഒക്കെ സമയമാകുമ്പോൾ ഇത് തീരുക. അപ്പോ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ? എന്താണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ? മൊഡ്യൂൾ 3 പാർട്ട് 1 ആണ് കേട്ടോ എടുക്കുന്നത്. എന്താണ്? മെറ്റീരിയൽസ് പരിചയപ്പെടുന്നു. മെറ്റീരിയൽസ് ആണ് അല്ലെ? മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെറ്റീരിയൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ മെറ്റീരിയൽസ് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതൊന്ന് നോക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഇതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് എന്നാ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നിങ്ങൾ റീഡ് ചെയ്യുക ആദ്യം കേട്ടോ. ഒരു പേജ് മൊത്തം, ഫസ്റ്റ് പേജ് മൊത്തം ഒന്ന് റീഡ് ചെയ്യുക. ഇച്ചിരി താഴോട്ടൊന്നാക്കുമോ? താഴോട്ടാക്കണോ? ഹോസ്പിറ്റലിലായതുകൊണ്ട് ഒന്നും കയ്യിലില്ല. ഓക്കെ ഓക്കെ, തരാം കേട്ടോ. ഇത് മതിയോ ഉഷ? വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് പ്രാക്ടിക്കൽ ലൈഫ്? പ്രാക്ടിക്കൽ മീൻസ് ബേസിക്, യൂസ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ. ലൈഫ് മീൻസ് ദ വേ ഓഫ് ലിവിംഗ്. Practical life exercises are just that they are exercise through which a child can learn how to do living activities in a deliberate way. അതായത് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് അതായത് പ്രയോജനകരമായിട്ടുള്ള, അതായത് കൂടുതലായിട്ട് എന്താ പറയാ ബേസിക് ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള, എന്നാൽ എന്താ പറയാ മീനിങ് ഉള്ളതുമായിട്ടുള്ള, അതായത് ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ളതുമായിട്ടുള്ള ആ ഒരു ഇതിനെയാണ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. എന്നാൽ ലൈഫ് എന്ന് പറയുന്നത് വേ ഓഫ് ലിവിങ് ആണ്, ജീവിക്കുന്ന രീതിയെയാണ് എന്ത് പറയാ നമ്മള്
ഈ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റികൾ എന്നത് കുട്ടികൾക്ക് ജീവിതത്തിലെ സ്ഥിരമായിട്ടുള്ള ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ, അതായത് പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്നതിന് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ജീവിതത്തിലുടനീളം പലതരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ വളരെ പർപ്പസ്ഫുൾ ആയിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രാക്ടിക്കൽ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ധാരാളം മെറ്റീരിയൽസ് വെച്ചിട്ട് കുട്ടികളെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വേ ആണെന്ത്, പ്രാക്ടിക്കൽ ലൈഫ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. Okay, the purpose and aim of practical life is to help the child's growth, controlling the coordination of his movement, and help the child to gain independence and modify to his society. Practical life exercise also aids the growth and development of the child acumen and concentration, and will in turn also help the child develop an orderly way of thinking. അതായത് കുട്ടികളുടെ മൂവ്മെന്റ്സിനെ നിയന്ത്രിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികളിലെ ചലന നിയന്ത്രണം മെച്ചപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ തന്നെ കുട്ടി സെൽഫ് ഇൻഡിപെൻഡന്റ് ആവുകയാണ്, അതായത് കുറെ കാര്യങ്ങൾ അവൻ സ്വയം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് പൊരുത്തപ്പെടാൻ അവനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആദ്യത്തേത് എന്താണ്, കുട്ടിയുടെ മൂവ്മെന്റിനെ സഹായിക്കുന്നു. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അവൻ സെൽഫ് ഇൻഡിപെൻഡന്റ് ആകുന്നു. അതുപോലെ തന്നെ സൊസൈറ്റിയുമായിട്ട് അവൻ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ അവന്റെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു. അവന്റെ തോട്ട്, അതായത് അവന്റെ ഒരു ചിന്താശൈലി വളർത്താനായിട്ട് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫ് എന്നതുകൊണ്ടുള്ള ആ ഒരു ആശയത്തിന് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ചില ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് കുഞ്ഞിന് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോ എന്താ പറയാ, കുട്ടികളെ അവരുടെ ഒരു ജീവിത രീതി ഉണ്ടല്ലോ, അതിൽ കുറേയധികം കാര്യങ്ങൾ വളർത്താനും കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്താനും സമൂഹത്തിനെ മനസ്സിലാക്കാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഒക്കെ ഈ പ്രാക്ടിക്കൽ ലൈഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെയാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം, എന്താണ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ്. നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ്, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഇംപ്രൂവ് ഇൻ സെൽഫ് നോളജ്. കുട്ടിയുടെ സെൽഫ് നോളജ് വർദ്ധിക്കുന്നു. ഓക്കെ, അതായത് കുട്ടിയുടെ സ്വയം അറിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വികസിക്കുകയാണ് ചെയ്യുന്നത്. Then increase the child concentration. കുട്ടിയുടെ ശ്രദ്ധ കൂട്ടുന്നു, കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു. മൂന്നാമത്തത്, ഡെവലപ്പ് ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. അവന്റെ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. Then help children towards independence. കുട്ടികൾ കൂടുതൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താ പറയുക, ഇൻഡിപെൻഡൻസ് കൂടുതലായിട്ട് അവർക്ക് കിട്ടുന്നു. ഓക്കെ, ക്രിയേറ്റ് ഓർഡർ. ഒരു ഓർഡറിൽ അവൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇൻക്രീസ് ഗുഡ് സെൽഫ് ഇമേജ്. അവന്റെ ഒരു എന്താ പറയുക, സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് ഡെവലപ്പ് ആകുന്നു. അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലിമിറ്റ്സ് ഓഫ് ഹിസ് എൻവയോൺമെന്റ്. അതായത് അവന്റെ സറൗണ്ടിങ്സ്, അതായത് അവന്റെ എൻവയോൺമെന്റ്, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും എന്ത് ചെയ്യാണ്, അവൻ ഭയങ്കരമായിട്ട് സന്തോഷവാനാണ്. ഓക്കെ, ഡെവലപ്പ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അവന്റെ ഉത്തരവാദിത്വം കൂടുന്നു, അവന്റെ റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നു. ഓക്കെ, അവൻ ഓരോരോ കാര്യങ്ങളിൽ അവൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നു തനിയെ. എയ്ഡ് ദ ചൈൽഡ് ഇൻ ഹിസ് കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ, അതായത് കൺസ്ട്രക്റ്റീവ് മൈൻഡോട് കൂടി കൂടുതൽ കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ അവൻ
സ്വയം ചെയ്തുകൊണ്ട് അവന്റെ ഒരു കൺസ്ട്രക്റ്റീവ് മൈൻഡ്, അതായത് ഇപ്പോ എന്താ പറയാ ഒരു ബിൽഡിംഗ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന് കുട്ടി പഠിക്കില്ലേ? അതായത് ഇപ്പൊ ഒരു കാര്യം നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്യുന്നത്, ഒരു വീട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള മൈൻഡ് ഉണ്ടല്ലോ, ആ കൺസ്ട്രക്റ്റീവ് മൈൻഡ് എന്ത് ചെയ്യുന്നു ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് എന്ത് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് മെറ്റീരിയൽസ്. എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ലൈഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾസ്, അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈച്ച് മെറ്റീരിയൽ മസ്റ്റ് ഹാവ് എ പ്രിസൈസ് പർപ്പസ് ആൻഡ് ബി മീനിങ്ഫുൾ ടു ദ ചൈൽഡ്. അതായത് എല്ലാ മെറ്റീരിയലും, ഓരോ മെറ്റീരിയലും, ഈച്ച് ആൻഡ് എവറി മെറ്റീരിയൽ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിലായിരിക്കണം ഡിസൈൻ ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായിട്ടുള്ള പർപ്പസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മീനിങ് ഉണ്ടായിരിക്കണം. അതായത് ഒരു മെറ്റീരിയലും നമ്മള് കുട്ടികൾക്ക് ഉപയോഗിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വേസ്റ്റ് ആകുന്ന രീതിയിൽ ആകരുത്. ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും അത് ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അത് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അതിനൊരു പർപ്പസ് ഉണ്ടാവണം. ഇന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ആ മെറ്റീരിയൽ എന്ത് ചെയ്തേണ്ടിയിരിക്കേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, അത് കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, the difficulty or the effort that the child is to discover and understand must be isolated in a single piece of material. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എല്ലാ മെറ്റീരിയലും, അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ മെറ്റീരിയലും കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് ആ ഒരു മെറ്റീരിയലിന്റെ ഓരോ പാർട്സ് ഉണ്ടാവുമല്ലോ മെറ്റീരിയൽസിന്, ഓരോ മെറ്റീരിയൽസിനും ഓരോരോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പല പല പാർട്ടുകൾ കൂടിയിട്ടായിരിക്കും ഒരു മെറ്റീരിയൽ ഉണ്ടാവുക. അപ്പൊ ഒരു സിംഗിൾ പീസ് ആണെങ്കിലും അതിനെ കുറിച്ച് കുട്ടി ബോധവാനായിരിക്കണം. പിന്നെ അത് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും ചെയ്യേണ്ടത്, ഈസി ആയിരിക്കില്ല ചിലപ്പോൾ ആ മെറ്റീരിയല് കുട്ടി കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ അത് എഫേർട്ട് എന്താണ്, അത് എത്രമാത്രം എഫേർട്ട് ഉണ്ട് അതിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം കുഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. Okay. Then മൂന്നാമത്തെ പോയിന്റ്, the material development form simple to more complex design and usage. അതായത് നമ്മൾക്കറിയാം ഈ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്താ, നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താണ് മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകത? എന്താ അവിടെ ഉണ്ടായിരിക്കുക സാധാരണ ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? മെറ്റീരിയൽസ് ഉണ്ടാവും. മെറ്റീരിയൽസ് ഒരു കബോർഡിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഷെൽഫില് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് സിമ്പിൾ ടു കോംപ്ലക്സ് ഡിസൈനിലാണ്. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആദ്യം വെക്കുക. ഓക്കെ, അതായത് കുട്ടികൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും, അത് നമ്മള് താഴെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഏറ്റവും അടിയിലായിട്ട്, നമുക്ക് മുകളിലും വെക്കാം താഴെയും വെക്കാം, ഞാനിപ്പോ എളുപ്പത്തിന് പറയുന്നതാണ്. ഏറ്റവും താഴെ അറേഞ്ച് ചെയ്ത് വെക്കാം സിമ്പിൾ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിനുശേഷം അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ രണ്ടും കൂടി എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മിക്സ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. പകരം സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആദ്യം അറേഞ്ച് ചെയ്ത് വെക്കുക, അതിനുശേഷം കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പിന്നീട് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനെയാണ് സിമ്പിൾ ടു മോർ കോംപ്ലക്സ് ഡിസൈൻ ആൻഡ് യൂസേജ് എന്ന് പറയുന്നത് കേട്ടോ. പറഞ്ഞത് മനസ്സിലായോ? ആദ്യം എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്? സിമ്പിൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം, പിന്നീടാണ് കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അടുത്തത്, the materials are designed to prepare the child discursively for future learning. അതായത് ഭാവിയില് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാവിയിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതായിരിക്കണം എന്ത് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കുഞ്ഞ് എന്താ പറയാ, ഇപ്പൊ 4ാം ക്ലാസ്സിലാണ് ഒരു കുഞ്ഞ് പഠിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ആ കുഞ്ഞിന് കൊടുക്കുന്നത്.
അത് അപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മാത്രമാണ് കുഞ്ഞ് പഠിക്കുന്നത് അല്ലെ. പക്ഷെ അത് മാത്രമല്ല, കുഞ്ഞ് ഭാവിയിൽ അവൻ എത്ര ക്ലാസ് കഴിഞ്ഞാലും അവന്റെ ഡെവലപ്മെന്റ് വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം അവൻ ആ ഒരു സമയത്ത് കൊടുക്കേണ്ടത്. ഫ്യൂച്ചർ ലേണിങ്ങിന് സഹായിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം മെറ്റീരിയൽസിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് കേട്ടോ. The last point, the materials begin as concrete expressions of an idea are generally become more and more abstract. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എന്താ പറയാ, കൂടുതലായിട്ട്, അതായത് കുട്ടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഡിസൈൻ ആയിരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രൂപകൽപ്പനയായിരിക്കണം മെറ്റീരിയൽസിന് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, കുട്ടിക്ക് അത് കാണുമ്പോൾ കൂടുതൽ ഐഡിയാസ് കുട്ടികൾക്ക് ക്രിയേറ്റ് ആവണം, കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ മെറ്റീരിയൽസ് സഹായിക്കുന്നതാണ്. ഓക്കെ ഓക്കെ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. ഓക്കെ, മിസ്സേ, എക്സ്ക്യൂസ് മീ മിസ്, ഒരു കാര്യം മിസ്സേ, ഞങ്ങൾക്ക് മോഡൽ എക്സാമിന് വേണ്ടി ഒരു ആതിര മിസ് ഇപ്പം ഫസ്റ്റ് മോഡൽ എക്സാമിന്റെ മുന്നിൽ ഞങ്ങൾക്ക് ഒരു ഹിന്റ് ഒക്കെ ഇങ്ങനെ തന്നു. അതുകൊണ്ട് നന്നായി എഴുതാൻ പറ്റി. ഒന്നുകൂടൊന്ന് തരുമോ? ഇപ്പോഴല്ല, അടുത്ത ക്ലാസ്സിന് മുൻ 23-ന് മുന്നേ എപ്പോഴെങ്കിലും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാർട്ട് 4 ഒക്കെ അല്ലേ എക്സാം? ഏത് എക്സാം ആണ്? ഏതൊക്കെയുണ്ട്? മൊഡ്യൂൾഡ് 3-ഉം 4-ഉം. ഇത് മോണ്ടിസോറി പ്രിപ്പയർ ഇത്, പിന്നെ മറ്റേത് എന്നതാ, സ്കൂൾ മാനേജ്മെന്റ്, സ്കൂൾ, അത് രണ്ടും അടുത്ത ക്ലാസ്സിൽ തരാം. അതിനകത്ത് ഞാന് 3-ല് ടെൻഡൻസീസ് എടുത്തു, അതിനകത്തെ കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ പാർട്ട് 4-ല് കമ്മ്യൂണിക്കേഷൻ വരെ അല്ലേ എടുത്തത്? കമ്മ്യൂണിക്കേഷൻ വരെ അല്ലേ? അതൊന്നും പറഞ്ഞുതരാം കേട്ടോ. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ, എന്തൊക്കെ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു മിസ്. കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു അങ്ങനെ? ഇല്ല മിസ്സേ, ആതിര മിസ് ഒന്ന് പറഞ്ഞു തന്നു, പിന്നെ ഇംഗ്ലീഷ് മിസ്സും പറഞ്ഞു തന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുവിധം നന്നായി എഴുതി അല്ലേ? Next point നോക്കിക്കോളൂ കേട്ടോ. Montessori materials are designed for auto education and the control of error lies in the materials themselves rather than in the teacher. The control of error guides the child in his use of the materials and allows him to recognize his own mistakes. അതായത് മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് സ്വയം പഠിക്കാനായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒന്നാണ്. അതായത് ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം പഠിക്കാൻ, അവൻ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അവൻ സ്വയം അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ കുട്ടിക്ക് ഇത് സ്വയം പഠിക്കുന്നതിലൂടെ തന്റെ തെറ്റുകൾ തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിലാണ് മെറ്റീരിയല് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടീച്ചേഴ്സ് അതിനകത്ത് ഇന്ററാക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ കുഞ്ഞ് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒരു മെറ്റീരിയൽസ് എടുത്തെന്ന് വിചാരിക്കുക, നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞ് എന്ത് ചെയ്യും? അത് തനിയെ ചെയ്യും. ഇനി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കുഞ്ഞിന് തന്നെ തിരുത്തിയെടുക്കാവുന്ന രീതിയിലാണ് എന്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി താഴെ ഒരു എന്താ പറയാ 6 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. The following points also must be taken into consideration while preparing the materials for the Montessori practical area materials. അതായത് നമ്മൾ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ, മെറ്റീരിയൽസിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, മെറ്റീരിയൽസ് ആർ കെപ്റ്റ് ടുഗദർ ഇൻ എ സ്മോൾ ബാസ്കറ്റ് ഓൺ എ ട്രേ. It should be grouped and kept together according to the level of development to which they correlate and must be taken from and returned to its original place. അതായത്
ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിലായിരിക്കാം ഉണ്ടായിരിക്കുന്നത്, ഗ്രൂപ്പായിട്ട് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു സ്മോൾ ട്രെയിലായിരിക്കാം അത് വെച്ചിട്ടുണ്ടാവുന്നത്. അപ്പോ അത് എന്താ പറയാ, അപ്പൊ ഒരു മെറ്റീരിയൽ തന്നെ ഒന്നിലധികം കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഇത് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കുഞ്ഞെടുത്തിട്ട് വരുമല്ലോ. അപ്പൊ കുഞ്ഞിന്റെ സ്വാതന്ത്ര്യമാണ്, കുഞ്ഞിന് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് കുഞ്ഞിന് പോയി എടുക്കാം. അതിനെ ടീച്ചർ കമ്പൽ ചെയ്യില്ല, ഇത് എടുക്കണം എന്ന് പറയില്ല. കുഞ്ഞെടുത്തതിന് ശേഷം ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ആക്ടിവിറ്റി കുഞ്ഞ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എവിടെയാണോ ആ മെറ്റീരിയൽ വെച്ചിരുന്നത് അവിടെ തന്നെ എന്ത് ചെയ്യണം, റിട്ടേൺ, അതായത് തിരികെ കൊണ്ട് വെക്കുകയും വേണം. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ ടീച്ചർ സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. ടീച്ചർ എന്ന രീതിയിൽ നിങ്ങൾ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു മെറ്റീരിയൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം അത് തിരികെ കൊണ്ട് വെക്കാനായിട്ട് മറക്കരുത്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, മെറ്റീരിയൽസ് ആർ കെപ്റ്റ് വിത്തിൻ ദെയർ റേഞ്ച്. അതായത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറുതാണ് അല്ലെ, ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോ അവരുടെ ഉയരത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിലായിരിക്കണം മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ഉയരം എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എത്ര തരത്തിലുള്ള ഹൈറ്റ് ഉണ്ടാവും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഭയങ്കര മുകളിലൊക്കെയാണ് മെറ്റീരിയൽസ് വെക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾക്ക് അത് പിടിക്കാനായിട്ട് പറ്റുമോ, എടുക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങൾക്ക്? പറ്റില്ല അല്ലെ. അപ്പൊ നമുക്കറിയാം മോണ്ടിസോറി ക്ലാസ് റൂമിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എവിടെയാണ് ഷെൽഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, താഴെ ആയിരിക്കും. മിക്കവാറും താഴെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടായിരിക്കുള്ളൂ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ കുഞ്ഞുങ്ങളുടെ കൈയെത്തുന്ന രീതിയിൽ അത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽസ് താഴെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും മുകളിലൊന്നും കൊണ്ടുപോയി എന്ത് ചെയ്യില്ല, ഷെൽഫ് വെക്കില്ല, കാരണം കുഞ്ഞുങ്ങളുടെ കൈ എത്തില്ല. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ മസ്റ്റ് ബി ഓഫ് ദ റൈറ്റ് സൈസ്, വെയിറ്റ്, ക്ലീൻ ആൻഡ് ഇൻടാക്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈസിലുള്ളതായിരിക്കണം. അതായത് കുഞ്ഞുങ്ങളുടെ കൈയാണ്, നമുക്കറിയാം എത്രമാത്രം ചെറുതാണ് അവരുടെ കൈ എന്നുള്ളത് അല്ലെ. അപ്പോ കുഞ്ഞുങ്ങൾക്ക് താങ്ങാവുന്ന രീതിയിലുള്ള സൈസിലായിരിക്കണം മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുക. അതായത് അവർ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഭാരം തോന്നരുത്. അപ്പോ റൈറ്റ് സൈസിൽ വേണം. പിന്നെ വെയിറ്റ്, അതായത് അധികമായിട്ട് വെയിറ്റ് ഉണ്ടാകരുത്. പിന്നെ അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടിരിക്കണം. അതായത് നമ്മള് മോണ്ടിസോറിയുടെ മെറ്റീരിയൽസ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് കെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാകണം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാം, പല രീതിയിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് മെറ്റീരിയൽസ് കൊടുക്കാം. അപ്പൊ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാ ഇത്തരത്തിൽ ക്ലീൻ ആക്കണം എന്ന് പറയാ. ഇനി അത് അവർ ചെയ്തില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ അത് ക്ലീൻ ആക്കിയിട്ട് വേണം തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. പിന്നെ എക്സാമുമായി ബന്ധപ്പെട്ട് എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാമെന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യോട്ടെ? Okay, miss. ഓക്കെ, താങ്ക് യു. Thank you, miss. Thank you, miss. Thank you. Thank you, miss.